തലേന്നത്തെ ദിവസം നല്ല മഴയൊക്കെ ആയതുകൊണ്ടാന്ന് അറിയില്ല കേട്ടോ. ഇന്ന് രാവിലെ എന്നിട്ടിപ്പോൾ നല്ല ശാന്തസുന്ദരമായ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് നോക്കി ഇരിക്കാനേ നല്ല രസമാണ്. നനുത്ത കാറ്റും ശാന്തസുന്ദരമായ അന്തരീക്ഷമൊക്കെ. എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടുകളിലൊന്നാണ് ഇത്. കാരണം ഇവിടെ നിന്ന് നന്നായി വായി നോക്കാൻ പറ്റും. എന്നെപ്പോലെ തന്നെ നന്നായി വായി നോക്കാൻ അറിയുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിച്ചേക്കുന്നതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളൊരു മത്സരം വെക്കാറില്ല. കാരണം ജീവിതമല്ലേ, മത്സരമൊക്കെ വെക്കാൻ പാടുള്ളൂ. ഇതൊക്കെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണ്ടേ, അത് അത്ര. പിന്നെ ആസ് യൂഷ്വൽ ഒരു പാട്ടൊക്കെ വെച്ച് കുക്കൊക്കെ ചെയ്ത് നമ്മുടെ ദിവസം കൊണ്ട് തുടങ്ങി. ദിവസം തുടങ്ങിയതല്ലോ. അപ്പോഴേക്കും കണ്ടെൻ്റെ കസിൻ സിസ്റ്റർ ഹാജർ. പിന്നെ ആ കൊച്ചിനെ പെറുക്കിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണ്ടേ. പിന്നെ ആ കൊച്ച ഗേറ്റ് നടന്ന് കയറുന്ന നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു? അത് ഞാൻ സ്ക്രിപ്റ്റിൽ പ്രത്യേക ആഡ് ഓൺ ചെയ്ത സീനാണ്. കാരണം നമ്മൾ അവിടെ പിക്കാൻ പോയായിരുന്നു. അറിയാത്ത വഴിയൊക്കെ തപ്പി കണ്ടുപിടിച്ച് വരാൻ പറഞ്ഞ ക്രൂരരായ മനുഷ്യരല്ല ഞങ്ങൾ സ്നേഹമുള്ള. അതുകൊണ്ട് എന്താ വീട്ടിൽ കാല് കുത്തില്ല. അതിന് മുന്നേ ഞാൻ അവിടെ അടുക്കളയ്ക്ക് എത്തി. ജോക്സ് പാർട്ട്. ഇന്ന് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ 3 പേരും കിച്ചണിലുണ്ടായിരുന്നേ. കാരണം ഞാൻ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലൊക്കെ എന്റെ കൂടെ കിച്ചണിലും മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ ഇരിക്കാൻ. എപ്പോഴല്ല, ചില സമയങ്ങളിൽ. അതെന്റെ മൂഡ് അനുസരിച്ച്. ഞാൻ പറഞ്ഞു വന്നത് ആരെങ്കിലൊക്കെ കിച്ചണിലും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും, നമുക്കത് ബേർഡനായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇങ്ങനെയുള്ളൊരു തെറാപ്പി എല്ലാ വീട്ടിലെ കിച്ചണിലും അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ അഭിപ്രായമൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് കിടക്കാം. ഫുഡാണ് അഖിലസാര മൊഴിയിൽ നിന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ നമ്മൾ നല്ല ചൂട് ചോറിനൂടെ തോരൻ വന്നു, കള്ളൻ വന്നു, ഓലം വന്നു, അവിൽ വന്നു, സാമ്പാർ വന്നു, കൂട്ടുകറി വന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടെ നമ്മളൊരു പിടി അങ്ങ് പിടിച്ചു. ഇത്ര ഹെവി ലഞ്ച് കഴിച്ചിട്ട് പാമ്പ് ഇര വിഴുങ്ങിയ പോലെ ഇരിക്കുന്ന സമയത്ത് പാത്രം കൂടെ ഒരാൾ കഴിക്കുന്നാലോ, ആഹാ, സാറ്റിസ്ഫാക്ഷൻ ലെവൽ അറ്റ് ദ പീക്ക്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഊണ് കഴിഞ്ഞ ആഴ്ചയിൽ മധുരം കഴിക്കാന്നുള്ളത് അതങ്ങനെ നിർബന്ധം. കേക്ക് കണ്ടത് ആരോ തീറ്റുമസം വെച്ച പോലെയായിരുന്നു. പിന്നെ അതിന്റെ പൊടി പോലും അവിടെ കണ്ടിട്ടില്ല. അതും തട്ടി വൈകുന്നേരം ടി വി കണ്ടോണ്ടിരുന്നപ്പോഴാണ് മനസ്സിലൊരു തോന്നല്, ചായ സമയമായില്ലേ, ചായ കുടിക്കേണ്ടേന്. അതുകൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നിനുള്ള ആവതില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ദിവസങ്ങളെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. അല്ല പിന്നെ അപ്പം ഇന്നത്രേ ഉള്ളൂ. ടാറ്റാ.